ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കൃഷ്ണാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് കാബേജ് കൊണ്ടുള്ളൊരു സ്പെഷ്യൽ കൂട്ടാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അതിലേക്കായിട്ട് ഏകദേശം 1/2 കിലോ ക്യാബേജിനിവിടെ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. നീളത്തിൽ അരിഞ്ഞിട്ട് മഞ്ഞവെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളതാണ് ഒരു മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില. പിന്നെ ഇത് പാകം ചെയ്യുമ്പോൾ ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും വേണം. വെളിച്ചെണ്ണയിൽ ചെയ്യണം. പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ അതൊക്കെ ഞാൻ പാകം ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. ഞാൻ ഈ സവോളയും മുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. സവോള ഞാനിവിടെ നീളത്തിൽ കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മതി മുളക് പൊടി. നിങ്ങൾക്ക് ഇനിയിപ്പോൾ എരിവ് കുറവേ വേണമെന്നുണ്ടെങ്കിൽ കൂടി ഒരു കാര്യം ചെയ്താൽ മതി. പച്ചമുളക് ഒരെണ്ണം കുറഞ്ഞെടുത്താൽ മതി. 2 പച്ചമുളക് എടുത്തിട്ട് ഈ മുളക് പൊടി കുറച്ച് ചേർക്കുന്നത് നല്ലതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് പാകം ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഒരുപാട് ബ്രൗൺ കളറാകൊന്നും വേണ്ട സവോള. ഈ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. ഞാൻ പറഞ്ഞ എരിവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ഈ മുളക് പൊടിയും പച്ചമുളകും ഒക്കെ ചേർക്കുന്നത്. കറിവേപ്പില, ഇങ്ങനെ സവോള ഒന്നിങ്ങനെ വതക്കി വന്നാൽ മതി. ഒരുപാട് കഴിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ സമയത്ത് ഈ ക്യാബേജിലേക്ക് ക്യാബേജ് വെള്ളമൊക്കെ കളഞ്ഞ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്താണ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എടുത്ത് വെച്ചത് കുറച്ച് അതിലേക്ക് വീണതാണ് കാണുന്നത്. ഇതിൽ വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കേണ്ടതില്ല. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏത് കഴിക്കാത്ത ആൾക്കാരും ക്യാബേജ് കഴിക്കും. നമ്മൾ തോരൻ നാളികേരവും പച്ചമുളകൊക്കെ ഇട്ട് തോരൻ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെടില്ല. ഈ രീതിയിലാവുമ്പോൾ എല്ലാവരും അത് കഴിക്കും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം.
ഈ ആവിയിൽ തന്നെ കടന്നത് വെന്ത് വരും. ഒന്ന് വേവട്ടെ. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ഇടയ്ക്കൊരു തവണ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്യാബേജ് കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്നും ചെയ്യേണ്ടതില്ല. കറക്റ്റായിട്ട് വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ പാകപ്പെടുത്തി കൊടുത്താൽ ഏത് കുട്ടികളും വലിയവരാണെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിക്കും. നിങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തോരനേക്കാളും നല്ല ടേസ്റ്റാണിത്. ഇത് ചപ്പാത്തിക്ക് കൂടി കഴിക്കാൻ വളരെ നല്ലതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.